ആകുലതകളൊക്കെ അഭയപ്പെടുത്തുന്ന ചിന്തകളൊക്കെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രസക്തമാണ്. കാരണം ഒരു 2 വർഷത്തിനപ്പുറം വേണ്ട, അത്രയൊന്നും പോകണ്ട, ഇതുപോലെ ഒരു യോഗം സംഘടിപ്പിക്കാൻ പോലും സാധ്യമാവും എന്ന് തോന്നുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാരണം തന്നെ നമുക്കറിയാം, ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവാം അതിൻ്റെ ഒരു സാധ്യതകൾ. കാരണം നമ്മുടെ ഇവിടുത്തെ സ്ഥാനപതി പോലും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അതോടൊപ്പം വിവാദങ്ങളും കൂട്ടി വായിക്കുമ്പോൾ രാജൻ പറഞ്ഞ കാര്യത്തിൻ്റെ അഗൗരവം നമുക്ക് മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ ജനത ഭൂരിഭാഗം ഫാസിസത്തിനോടൊപ്പം സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴെല്ലാവരും വരുത്തിക്കാട്ടുന്ന ഒരു വിഷയം കോൺഗ്രസിന്റെ ബലഹീനത, ഇടതുപക്ഷത്തിന്റെ അപജയം എല്ലാം പറഞ്ഞ ഇതൊക്കെ സത്യമാണെങ്കിൽ കൂടി ഇത്രയും ഭീമമായ ഏകപക്ഷീയമായ ഒരു വിജയം എങ്ങനെ ഈ ഫാസിസത്തിന് സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇനിയൊരു മാറ്റത്തിന് സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ട് മതിയാകും. ഞാനിപ്പോൾ ആകലുകൾക്ക് വെടിഞ്ഞ് പ്രതീക്ഷകൾക്ക് നിറം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മെയ് 16 റിസൾട്ട് വന്നതിന് ശേഷമുള്ള മോഡിയെ പ്രതീക്ഷയോടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് 16 മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ അഭിനന്ദനീയമാണ്. ഇന്ന് പോലും അദ്ദേഹം കാണിച്ച ചില നയതന്ത്ര നീക്കങ്ങൾ രാജ്യാന്തര വേദികളിൽ പോലും ചർച്ച ചെയ്യപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാരണം അദ്ദേഹം സാർക്ക് രാജ്യങ്ങളെ പ്രതികളെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾ പോലും ഈ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഓരോ രാജ്യത്തെ പ്രതികളെ പ്രത്യേകം അദ്ദേഹം ക്ഷണിക്കുന്നു. അഭിനന്ദനങ്ങൾക്ക് തിരിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഖത്തറിലെ ഭരണാധികാരിയോട് പോലും അദ്ദേഹം അഭിനന്ദനങ്ങൾക്ക് മറുപടി അയക്കുകയും ഭാവിയിലുള്ള എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. എതിരാളി തീരെ മൃതപ്രായണ എതിരാളി, അല്ലെങ്കിൽ ചത്തതിനൊക്കെ പോയി ജീവിച്ചിരിക്കുമെന്നുള്ള എതിരാളി. ഒരു എതിരാളി ഇല്ലെങ്കിൽ പിന്നെ വിജയത്തിന്റെ അടിസ്ഥാനം ആ ഒരു പോരാട്ടത്തിന്റെ വീര്യം ഊർജ്ജമൊക്കെ നയിച്ചു. ഒരു എതിരാളി പോലും ഇല്ല അവർ, പിന്നെ എന്താ? അപ്പൊ ആ വിജയത്തിൽ അദ്ദേഹം അത്രയും കുറ്റം കൊള്ളുന്നില്ല. ഞാൻ ഇന്നും ചില ഫേസ്ബുക്കിലൊക്കെ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ചില അദ്ദേഹത്തിന്റെ പാർട്ടിയോ ശരിക്കും പിന്നെ വിജയത്തിൽ അഹംഭാവം കണ്ടിട്ടില്ല